ഒരു കാർഡ്ബോർഡിൻ്റെ പീസും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഇതുപോലൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടത്തില്ലേ ബോർഡ്, ആ ഒരു ബോർഡും പിന്നെ ഈ ഒരു ഫ്രെയിം ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പറൊക്കെ എടുത്ത് സ്റ്റിക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കോട്ടിൻ്റെ സ്റ്റിക്കേഴ്സും ഉണ്ടായിരുന്നു, അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അടിയിലത്തെ പാട്ടില്ലേ കാർഡ്ബോർഡിൻ്റെ പാർട്ട്, ആ ഒരു പാട്ട് പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഈ ഒരു ഫ്രെയിം വെച്ച് നോക്കിയപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഒരു വൈറ്റ് കളറ് കട്ടാക്കി എടുത്തിട്ട് അത് സ്റ്റിക്കാക്കി കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്കാക്കി കൊടുക്കുക. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റോട് ഒട്ടിച്ചപ്പോൾ നല്ലൊരു അടിപൊളി പ്രീമിയം ലുക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രെയിം. നമ്മളിപ്പോൾ കറൻ്റ്ലി 2.8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ 5K ആയിട്ട് വേണം അടുത്ത ഗിവ് അവേ നടത്താൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.